സോ നമ്മൾ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? ലാസ്പേസ് മെത്തേഡ് ഉണ്ട്, പാഷേഴ്സ്, ബോലെ ഡോബിഷ് മെത്തേഡ്, ഫിഷേഴ്സ് മെത്തേഡ് ആൻഡ് മാർഷൽ അഡ്വർത്ത് മെത്തേഡ്. ഇത്രയും മെത്തേഡാണ് നിങ്ങൾക്ക് ഇൻഡെക്സ് നമ്പറിൽ പഠിക്കാനുള്ളത്, അതായത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൽ പഠിക്കാനുള്ളത്. അപ്പം ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. Calculate weighted index number by Laspier's method, Pascher's method, Bowley-Dobish method, Fisher's method and Marshall-Edworth method. അപ്പം ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായി ഇൻഡെക്സ് നമ്പർ എല്ലാ ടൈപ്പ് ഇൻഡെക്സ് നമ്പറും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മനസ്സിലാവും. അപ്പം അവിടെ നമുക്ക് തന്നിട്ടുള്ള നോക്കുക, കമ്മോഡിറ്റീസ് തന്നിട്ടുണ്ട് ABCD 4 കമ്മോഡിറ്റീസ്, 4 ഐറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ബേസ് ഇയറിലെ പ്രൈസും തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിലെ പ്രൈസും തന്നിട്ടുണ്ട്. അതേപോലെ ക്വാണ്ടിറ്റിയും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി തന്നത് എന്തൊക്കെയാണ്? 4, 5, 6, 2 ആൻഡ് കറണ്ട് ഇയറിൽ 7, 9, 8, 2. ബേസ് ഇയറിൽ 10, 8, 15, 5 ആൻഡ് കറണ്ട് ഇയറിൽ 8, 6, 12, 16. അപ്പോൾ നമുക്കറിയാം ബേസ് ഇയറിലെ പ്രൈസിനെ നമ്മൾ P0 എന്നാണ് ഡിനോട്ട് ചെയ്യുക, ആൻഡ് കറണ്ട് ഇയറിലെ പ്രൈസിനെ നമ്മൾ P1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് ക്വാണ്ടിറ്റി ആണെങ്കിലും ബേസ് ഇയറിലെ Q0ഉം കറണ്ട് ഇയറിലെ Q1 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ഏതൊക്കെ ഇൻഡെക്സ് നമ്പറാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെയൊക്കെ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഫോർമുലയിൽ എന്തൊക്കെയാണോ ആവശ്യം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഇവിടെ തന്നത്, അതായത് ആദ്യത്തെ ടാബിളിലെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റീൻ്റെ കോളായിരിക്കും. ഇപ്പോൾ കമ്മോഡിറ്റി എഴുതുക, കമ്മോഡിറ്റി ABCD 4 കമ്മോഡിറ്റി തന്നിട്ടുള്ളത്. അടുത്ത നമുക്ക് പ്രൈസ് എഴുതാം, ബേസ് ഇയറിലെ പ്രൈസും കറണ്ട് ഇയറിലെ പ്രൈസും. അപ്പം P0 എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 4, 5, 6, 2 ആൻഡ് P1 കറണ്ട് ഇയറിലെ പ്രൈസ് 7, 9, 8, 2 അതെഴുതാം. ഇനി അടുത്തത് ക്വാണ്ടിറ്റി Q0, അതായത് ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി Q0. അപ്പോൾ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി എന്തൊക്കെയാണ് തന്നെ? 10, 8, 15 ആൻഡ് 5 ആൻഡ് കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി 8, 6, 12, 6. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കോളവും നമുക്ക് ആവശ്യമുള്ള കോളായിരിക്കണം, അതായത് ഓരോ ഇൻഡെക്സ് നമ്പറിൻ്റെയും ഫോർമുലയിൽ എന്തൊക്കെയാണോ ആവശ്യം അത് വെച്ചിട്ടാണ് നമ്മളിനി ഓരോ കോളവും വേണ്ടത്. ഇപ്പോൾ ലാസ്പിയേഴ്സിൻ്റെ ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല നിങ്ങൾ നോക്കുക. ലാസ്പിയേഴ്സിൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ P0 Q0 അതാണ്. അപ്പോൾ അവിടെ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് സമ്മേഷൻ എന്ന് വായിക്കും, സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ചെയ്യുക എന്നാണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുന്നത് ആരെയാണ് അവിടെ? ഇപ്പോൾ ലാസ്പിയേഴ്സിൻ്റെ ഫോർമുലേൻ്റെ ന്യൂമറേറ്റർ ഉള്ളത് P1ഉം Q0ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതാണ് P1 Q0 എന്ന് പറയുന്നത്. ആ P1 Q0നെയാണ് നമ്മൾ സം ചെയ്യുന്നത്. അപ്പം P1 Q0നെ ടോട്ടൽ ചെയ്യണമെങ്കിൽ P1 Q0ന് വേണ്ടിയിട്ടൊരു കോളം ഉണ്ടായിരിക്കണം. അതായത് ആ ഫോർമുലയിലുള്ള ഓരോ ടേംസിനും നമ്മൾ എന്ത് ചെയ്യണം? കോളം ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ എന്താ, ലാസ്പിയേഴ്സിൻ്റേതാണെങ്കിൽ P1 Q0ന് വേണ്ടിയിട്ടൊരു കോളം വേണം. അതേപോലെ അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ളത് P0 Q0 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു കോളം നമുക്ക് വേണം. ഇനി അടുത്തത് പാഷേഴ്സിൻ്റെ ആണെങ്കിൽ, ഇപ്പോൾ ലാസ്പിയേഴ്സ് മാത്രമേ നിങ്ങളോട് അതായത് കണ്ടുപിടിക്കാൻ പറ്റുള്ളെങ്കിൽ ഈ 2 കോളം മാത്രം മതി എക്സ്ട്രാ, P1 Q0ഉം P0 Q0ഉം മാത്രം മതി. പക്ഷേ നമുക്കിവിടെ എല്ലാം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഒരു ടാബിളിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പാഷേഴ്സിൻ്റെ ആണെങ്കിൽ പാഷേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല എന്താ? സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ P0 Q1 ആണ്. അപ്പോൾ P1 Q1ന് വേണ്ടിയിട്ടൊരു കോളം വേണം, P0 Q1ന് വേണ്ടിയിട്ടൊരു കോളം വേണം. അപ്പോൾ അതാണ് പാഷേഴ്സിൻ്റെയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോളം. പിന്നെ ഫിഷേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം, ഫിഷേഴ്സ് എന്ന് പറയുന്നത് ലാസ്പിയേഴ്സിൻ്റെയും പാഷേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പം ലാസ്പിയേഴ്സും പാഷേഴ്സും അതിൻ്റെയും എല്ലാ കോളവും നമ്മളുണ്ടെങ്കിൽ പിന്നെ ഫിഷേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോളം വേണ്ട. കാരണം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അറിയാം, ഫിഷേഴ്സിൻ്റെ ഫോർമുലയിൽ എന്തൊക്കെയാണ് വരുന്നത്? P1 Q0 വരുന്നുണ്ട്, അത് ഓൾറെഡി ലാസ്പിയേഴ്സിൻ്റെയിൽ വരുന്നതാണ്. അതേപോലെ P0 Q0 അതും ലാസ്പിയേഴ്സിൻ്റെയിൽ വരുന്നതാണ്. പിന്നെ P1 Q1 അത് പാഷേഴ്സിൻ്റെ ഫോർമുലയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ P0 Q1 പാഷേഴ്സിൻ്റെ ഫോർമുലയിൽ വരുന്നുണ്ട്. അപ്പം ഫിഷേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ലാസ്പിയേഴ്സും പാഷേഴ്സും നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ.
പിന്നെ അടുത്തത് ബൗലി ഡാർബിഷ് ഇൻഡെക്സ് നമ്പർ. ബൗലിൻ്റെയും അതുപോലെ തന്നെ എന്താണ് സെയിം ലാസ്പിയേഴ്സിൻ്റെയും പാഷേഴ്സിൻ്റെയും തന്നെയാണ് വേണ്ടത്. പക്ഷേ ബൗലിയിൽ നമ്മൾ പ്ലസ് ചെയ്യാണ്, ഫിഷേഴ്സിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ടേംസ് ഒക്കെ എന്താണ് സെയിം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചിട്ട് കോളം ക്രിയേറ്റ് ചെയ്യേണ്ട. ബൗലി ഡാർബിഷിൻ്റെയിൽ P1 Q0 അത് ഓൾറെഡി ഉണ്ട്, അതുപോലെ P0 Q0 അതുമുണ്ട്. P1 Q1 കോളം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. P0 Q1 അതിൻ്റെയും കോളം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് മാർഷൽ എഡ്വർത്ത് ഇൻഡെക്സ് നമ്പറാണ്. അപ്പം മാർഷൽ എഡ്വർത്ത് ഇൻഡെക്സ് നമ്പറിനും സെയിം ഫിഷേഴ്സ് അതായത് ലാസ്പിയേഴ്സിൻ്റെയും പാഷേഴ്സിൻ്റെയും സെയിം ടേംസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കോളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ P0 എഴുതി, P1 എഴുതി, Q0 എഴുതി, Q1 എഴുതി. അപ്പോൾ P1 Q0 എന്ന് പറയുന്നതാണ് ഈ നമുക്ക് അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. ആ P1 Q0 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഓരോ P1ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Q0 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റിലത്തെ P1 എന്താ 7 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Q0 എന്താണ് 10 ആണ്. അപ്പം 7 × 10 17 വരും. പിന്നെ അടുത്ത P1 9 ആണ്, Q0 8 ആണ്. അപ്പം 9 × 8 72 എന്ന് വരും. അങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിങ്ങനെ P1ഉം Q0ഉം കിട്ടും. പിന്നെ അടുത്തത് P0ഉം Q0ഉം. ഇപ്പോൾ P0ഉം Q0ഉം തമ്മിലുള്ള ആ രണ്ട് കോളം നോക്കുക, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തെ P0 4 ആണ്, ആദ്യത്തെ Q0 10 ആണ്. സോ 4 × 10 40. അടുത്തത് 5 ആണ്, Q0 8 ആണ്. അപ്പോൾ 5 × 8 40. അങ്ങനെ P0ഉം P1ഉം എന്ത് ചെയ്യുക, P0ഉം Q0ഉം നിങ്ങളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം അതേപോലെ തന്നെ P1 Q1 കണ്ടുപിടിക്കുക. ഓരോ P1ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Q1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. P1 എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂ 7, Q1 എന്ന് പറയുന്നത് 8. അപ്പോൾ 7 × 8 56 വരും. രണ്ടാമത്തത് 9 × 6 54 വരും. അങ്ങനെ ബാക്കിയെല്ലാം ചെയ്യാം. ആൻഡ് ലാസ്റ്റ് കോളം P0ഉം Q1ഉം. ഇത് P0 4 ആണ്, Q1 8 ആണ്. അപ്പോൾ 4 × 8 32 എന്ന് വരും. പിന്നെ അടുത്തത് 5ഉം 6ഉം. 5 × 6 30. അതേപോലെ 6 × 15 70 എന്താണ് P0ഉം Q1. അപ്പോൾ 6 × 12 72 എന്ന് വരും. ആൻഡ് 2 × 6 12. അപ്പോൾ ഇങ്ങനെ ഓരോ കോളവും നമ്മൾ കണ്ടുപിടിക്കുക. ഇനി വേണ്ടത് എല്ലാത്തിൻ്റെയും സിഗ്മയാണ്. അതായത് ഈ എല്ലാ കോളത്തിൻ്റെയും ടോട്ടൽ, എല്ലാ കോളം എന്ന് പറഞ്ഞാൽ ഫോർമുലയിൽ വരുന്ന നമുക്ക് ആവശ്യമുള്ള ഒരു കോളത്തിൻ്റെ 4 കോളത്തിൻ്റെയും ടോട്ടലാണ് നമുക്കിനി വേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, P1 Q0ൻ്റെ ടോട്ടലാണ് സിഗ്മ P1 Q0. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അത് 272 എന്ന് വരും. ആൻഡ് അടുത്തത് P0 Q0 പറയുന്ന കോളത്തിൻ്റെ ടോട്ടലാണ് സിഗ്മ P0 Q0. അത് 180 എന്ന് വരും. പിന്നെ അടുത്തത് P1 Q1ൻ്റെ ടോട്ടൽ അതാണ് സിഗ്മ P1 Q1. അത് 218 എന്ന് വരും. ആൻഡ് ലാസ്റ്റ് കോളം P0 Q1 അതിൻ്റെ ടോട്ടൽ 146 എന്ന് വരും. അപ്പോൾ ഇത്രയും കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഓരോ ഫോർമുലാസ് എടുക്കുക. ഫസ്റ്റ് നമുക്ക് ഏത് കണ്ടുപിടിക്കേണ്ടത്? ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോർമുല എഴുതുക. സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 × 100. അപ്പോൾ ലാസ്പിയേഴ്സിൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞു, Q0 ആണ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നത്. ക്വാണ്ടിറ്റി Q0 ആണ് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ P1 ഡിവൈഡഡ് ബൈ P0. പിന്നെ P1 അതായത് ഫോർമുല P1 Q0 ഡിവൈഡഡ് ബൈ P0 Q0 അതിൻ്റെ ടോട്ടൽ ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ P1 Q0ൻ്റെ സിഗ്മ എന്താ നമുക്ക് കിട്ടിയത്? അതായത് P1 Q0 എന്ന് പറയുന്ന ആ കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണോ കിട്ടിയത് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് എത്ര കിട്ടിയത്? 272. അപ്പോൾ 272 ഡിവൈഡഡ് ബൈ P0 Q0 എന്ന് പറയുന്ന കോളത്തിൻ്റെ ടോട്ടൽ അത് 180. അപ്പം 272 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് 151.11 ആണ് ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ കിട്ടുക. സെയിം അതേപോലെ പാഷേഴ്സിൻ്റെ ചെയ്യുക. പാഷേഴ്സിൻ്റെ ഫോർമുല സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1. അപ്പം അതും P1 Q1ൻ്റെ കോളത്തിൻ്റെ ടോട്ടൽ 218 ആണ്, ഡിവൈഡഡ് ബൈ P0 Q1ൻ്റെ ടോട്ടൽ 146. അപ്പോൾ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. അത് 149.32 എന്ന് കിട്ടും. പിന്നെ ബോലി ഡാർബിഷ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല 1/2 ഇൻറ്റു സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ഓരോ വാല്യൂസും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 Q0ൻ്റെ സിഗ്മ എന്ന് പറയുന്നത് 272 ഡിവൈഡഡ് ബൈ P0 Q0 എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ 180. ഇതൊക്കെ നിങ്ങൾ ടാബിൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. പ്ലസ്
സിഗ്മ P1 Q1 ടോട്ടൽ എന്ന് പറയുന്നത് 218 ഡിവൈഡഡ് ബൈ P0 Q1 146. അത് ബ്രാക്കറ്റിൽ തന്നെ ഇടാം ഇൻറ്റു 100. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ആദ്യം ബ്രാക്കറ്റിലത്തെ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് 1/2 കൊണ്ടും 100 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ 150.2 എന്ന് ആൻസർ വരും. അടുത്തത് ഫിഷേഴ്സ് ഇതേപോലെ തന്നെ ഫിഷേഴ്സിൻ്റെ ഫോർമുല എഴുതുക. ഓരോ വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂസ് ടാബിൾ നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അത് 150.21 എന്ന് വരും. ആൻഡ് ലാസ്റ്റ് മാർഷൽ എഡ്വേർത്ത് ഇൻഡെക്സ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെതും അതേപോലെ സെയിം ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ വാല്യൂസും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെയും ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വളരെ ഈസിയാണ് ഈ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആ ഫോർമുല നമ്മളൊന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. ഫോർമുല നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഫോർമുല ശരിക്കും ശ്രദ്ധിച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5 ഇൻഡെക്സ് നമ്പർ. ഇനി അടുത്തത് കാൽക്കുലേറ്റ് കെല്ലീസ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ കെല്ലീസ് ഇൻഡെക്സ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കെല്ലീസിൻ്റെ ഒരു പ്രത്യേകത എന്താ, കെല്ലീസിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ വെയിറ്റ്, അതായത് വെയിറ്റ് നമ്മളെന്താ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ വെയിറ്റ് എപ്പോഴും ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കുക. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം പ്രൈസിൻ്റെ ഇൻഡെക്സ് നമ്പറാണ്. അപ്പോൾ അവിടെ എന്താണ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ബേസ് ഇയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും, ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഇയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അപ്പം Q0 Q1 നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കെല്ലീസിൽ ആ Q0 Q1 എന്താ യൂസ് ചെയ്യില്ല. അതിന് പകരം ഒരു Q ആണ് നമ്മൾ എടുക്കേണ്ടത്. Q0 Q1 അല്ല, Q0ൻ്റെയും Q1ൻ്റെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു Q ആണ് നമ്മൾ അവിടെ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ Q എങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ കമോഡിറ്റീസ് തന്നിട്ടുണ്ട്, പ്രൈസ് ബേസ് ഇയറിലെ പ്രൈസ് തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിലെ പ്രൈസ് തന്നിട്ടുണ്ട്, അതായത് P0 തന്നിട്ടുണ്ട്, Q0 തന്നിട്ടുണ്ട്, അതേപോലെ ക്വാണ്ടിറ്റിയും Q0 തന്നിട്ടുണ്ട്, Q1 തന്നിട്ടുണ്ട്. സെയിം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക. തന്ന കാര്യങ്ങളൊക്കെ കോളത്തിൽ എഴുതുക. കമോഡിറ്റീസ് എഴുതുക, P0 എഴുതുക, P1 എഴുതുക, Q0 എഴുതുക, Q1 എഴുതുക. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഒരു Q ആണ്. കെല്ലി ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു Q ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ Q നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, അതായത് Q0ൻ്റെയും Q1ൻ്റെയും മീനാണ് നമ്മൾ Q ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതായത് Q = Q0 + Q1 / 2. അപ്പം അങ്ങനെയാണ് നമ്മൾ Q എടുക്കുക. പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടത്, കെല്ലീസിൻ്റെ ഫോർമുലയിൽ നമുക്ക് P1 Q വേണം. അതായത് ഓരോ P1ഉം അതിൻ്റെ കറസ്പോണ്ടിങ് Q0 മൾട്ടിപ്ലൈ ചെയ്തൊരു കോളം വേണം. അതേപോലെ കെല്ലീസിൻ്റെ ഫോർമുലയിലുള്ള അടുത്ത ടേം P0 Q ആണ്. അതായത് P0ഉം Q0 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ടാബിളിൽ ഉണ്ടാവുക. അപ്പോൾ ടാബിൾ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യുക, നോക്കുക Q എങ്ങനെ കണ്ടുപിടിച്ച് നോക്ക്. Q0 + Q1 / 2. ഫസ്റ്റ് Q0 എന്താണ്, 10 ആണ്. Q1 8. അപ്പോൾ 10 + 8 ചെയ്യുക, 18 കിട്ടും. ഡിവൈഡഡ് ബൈ 2, 18 / 2 9. അപ്പോൾ ആദ്യത്തെ Q വാല്യൂ 9 കിട്ടും. രണ്ടാമത്തത് 8 + 12, 8 + 12 20, 20 ഡിവൈഡഡ് ബൈ 2 10 കിട്ടും. അതേപോലെ 15ഉം 5ഉം, 15 + 5 20, 20 ഡിവൈഡഡ് ബൈ 2 10. എൻ്റെ അടുത്തത് 20 + 15 എത്ര വരും, 35 ഡിവൈഡഡ് ബൈ 2 17.5 കിട്ടും. Qൻ്റെ കോളം കിട്ടി. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ P1ഉം Q ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യത്തെ P1 5 ആണ്. അപ്പോൾ 5 × 9, 5ഉം അതിന് കറസ്പോണ്ടിങ് Q വാല്യൂ 9 ആണ്. 2 മൾട്ടിപ്ലൈ ചെയ്താൽ 45 കിട്ടും. അതുപോലെ 4ഉം 10ഉം 40 കിട്ടും. അങ്ങനെ ഓരോ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ P0ഉം ഈ Q തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ലാസ്റ്റ് കോളം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. 4 × 9 36 വരും. 5 × 10 50. അങ്ങനെ ആ കോളം നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ നമുക്ക് ഫോർമുലയിൽ സിഗ്മ ചെയ്യേണ്ടത് ഏതൊക്കെ കോളാണ്, P1 Q എന്ന് പറയുന്ന കോളത്തിൻ്റെയും ടോട്ടൽ കാണുക, P0 Q എന്ന് പറയുന്ന കോളത്തിൻ്റെയും ടോട്ടൽ കാണുക. കെല്ലീസിൻ്റെ ഫോർമുല എഴുതുക. അവിടെ സിഗ്മ P1 Qന് പകരം 197.5 ടോട്ടൽ എഴുതുക. ആൻഡ് P0 Q0ൻ്റെ സം 151 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 100 ചെയ്താൽ കെല്ലീസ് ഫോർമുല നമുക്ക് കിട്ടും. അതായത് 130.79 കിട്ടും. അപ്പോൾ ഇത്രയാണ് കെല്ലീസ് ഇൻഡെക്സ് നമ്പർ, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൽ വരുന്നത്. ഓക്കെ.